CPM നേതാവ് ശ്രീ AK ബാലൻ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന ഒരു തീവ്ര ലൈനിന് സമാനമായ ഒരു ക്യാമ്പയിനാണ്. അതായത് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമി ആയിരിക്കും എന്നുള്ള പ്രസ്താവന. സംഘപരിവാർ അജണ്ട ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അവർ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമാണ്. ഗുജറാത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചരണം കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവുമെന്നായിരുന്നു. എന്താ കാരണം? ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാക്കി രണ്ട് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സംഘപരിവാർ തന്ത്രം. അതേ സംഘപരിവാർ തന്ത്രമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ AK ബാലൻ നടത്തിയിരിക്കുന്നത്. CPMന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് AK ബാലൻ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയും AK ബാലൻ നടത്തിയ പ്രസ്താവനയും തമ്മിൽ കൂട്ടിവെച്ചാൽ മതി. അപ്പോ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയെ എതിർത്ത CPI നേതാവ് ബിനോയ് വിശ്വം AK ബാലൻ നടത്തിയ ഈ വർഗീയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്താ അതിനെ എതിർത്തതിന്റെ പേരിൽ ബിനോയ് വിശ്വം ഇതിനെക്കുറിച്ച് വളരെ മോശമായ പ്രതികരണം CPM നേതാക്കന്മാർ നടത്തിയാണ്. അദ്ദേഹം ഉത്തരം താങ്ങുന്ന പല്ലിയായി മാറി എന്നാണ് ബിനോയ് വിശ്വത്തിനെതിരായി നടത്തുന്ന പ്രചരണം. ഇടതുമുന്നണി ശിഥിലീകരിക്കപ്പെടുകയാണ്. അതിനിടയിലാണ് BJPയും സംഘപരിവാറും നടത്തുന്ന സമാനമായ വർഗീയ ക്യാമ്പയിൻ CPM ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കുക. കേരളം, പ്രബുദ്ധ കേരളം, ഈ CPM നേതാക്കളുടെ പ്രസ്താവന കേരളത്തിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ പ്രചരണം, ഈ തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ ചെയ്യുന്നത് പോലെ ആക്കി മാറ്റാനുള്ള ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കും മതേതര കേരളം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരായി ഗുരുതരമായ ആരോപണം കൂടി SIT കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. ഗുരുതരമായ ആരോപണം. അദ്ദേഹമാണ് ഇതിനെല്ലാം കൂട്ടുനിന്നത് എന്നുള്ള വ്യക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. എന്നിട്ടും CPM ഈ അയ്യപ്പന്റെ സ്വർണം കവരാൻ കൂട്ടുനിന്ന ഗൂഢാലോചന നടത്തിയ പത്മകുമാറിനെയും മറ്റ് നേതാക്കളെയും സംരക്ഷിക്കുകയാണ്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇവരിത് ചെയ്യുന്നത് എന്ന് CPM വ്യക്തമാക്കണം. അയ്യപ്പന്റെ സ്വർണം കവർന്നവരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ SIT കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടും അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന സമീപനമാണ് CPM. അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയുമാണ് CPMവും ഗവൺമെന്റും ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിരിക്കുക. താങ്കൾ മറുപടിയാ പറഞ്ഞ ചോദ്യമല്ല ചോദിച്ചത്. ഞാൻ പറയാം, 4 പതിറ്റാണ്ട് ജമായത്ത് ഇസ്ലാമി CPMനെ പിന്താങ്ങിയ സമയത്ത് CPMയുടെ പല പ്രാവശ്യം ഭരിച്ചല്ലോ. അന്നെല്ലാം ആഭ്യന്തര വകുപ്പ് ജമായത്ത് ഇസ്ലാമിയെ കൊണ്ടാണോ CPM ഭരിപ്പിച്ചിരുന്നത്? അതാണ് മറുചോദ്യം. മനസ്സിലായ? ഇത് മനഃപൂർവ്വമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി UDF അധികാരത്തിൽ വന്നാൽ ജമായത്ത് ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ CPM ചെലുത്തുന്ന പരിപാടിയാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും. അത് ആരോടാ പറഞ്ഞത്? ഗുജറാത്തിലെ ഹിന്ദുക്കളോടാണ്. നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കണം, കോൺഗ്രസ് ജയിച്ചാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ബാലൻ നടത്തിയത്. ബാലൻ നടത്തിയ പ്രസ്താവനയെ CPM അംഗീകരിക്കുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം.